ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ എന്താ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് കുറച്ച് പൈനാപ്പിൾ കിട്ടി. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ കൊണ്ടൊരു ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് പൈനാപ്പിൾ ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തുനിന്ന് ഞാനതിൻ്റെ ഇത് കൂഞ്ഞാന്ന് ഇവിടെ പറയും, ഓരോരോ സ്ഥലത്ത് എങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. എനിവേ ഞാൻ ഇതിൻ്റെ ആ നടുക്കുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ എടുത്ത് മാറ്റി. കാരണം എന്ന് വെച്ചാൽ അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളൂല. ഓക്കെ, അപ്പോൾ ഞാനതെടുത്ത് അതരിഞ്ഞ് മാറ്റി. പിന്നെ ഇതാ കുറച്ച് പഞ്ചസാര, പിന്നെ ഇതാ കുറച്ച് സ്പൈസസ്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും ഞാൻ എന്തായിരിക്കും ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഞാൻ എന്താ ഒരു ഭരണിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇത് ഈ ഭരണിയിലൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഇതിനായിരിക്കും ഞാനിതിടുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഭരണിയുടെ അടപ്പ് തുറക്കാം. ഈ ഭരണി നമ്മൾക്ക് നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഭരണി ഓപ്പൺ ചെയ്തു. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് കറുവപ്പട്ടയും കുറച്ച് ഗ്രാമ്പും കുറച്ച് ഏലക്കായ തന്നെ വലിയൊരു ഏലക്ക, പിന്നെ കുറച്ച് ഫ്ലവർ പോലത്തെയുള്ള സ്പൈസ്, അതും കച്ചോലം നമ്മൾ പറയൂടെ, അതും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെയായി നമ്മുടെ ജാറിലോട്ട് ഈ പൈനാപ്പിൾ ഒന്ന് ഫില്ല് ചെയ്യാം. നമ്മൾ പൈനാപ്പിളിൽ ജാറിലോട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ജാറിൻ്റെ ഒരു കാണാമല്ലോ അല്ലേ, ഒരു 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 കുറച്ച് ഭാഗം, അതായത് നമ്മൾ ഫില്ല് ചെയ്ത് തുടങ്ങാൻ പോകുന്നതിൻ്റെ ഒരു സ്വല്പം ഭാഗം വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പഞ്ചസാര കൂടി നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് സ്പൈസസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആദ്യം ഞാൻ പേര് പറഞ്ഞുകൊണ്ട്, എല്ലാത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പേരൊന്നും പറയുന്നില്ല. വീണ്ടും നമ്മളതുപോലെ തന്നെ പൈനാപ്പിൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ തന്നെ നമ്മൾ ബോട്ടിൽ ഫില്ലാകുന്നവരെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോട്ടിലൊരു ഹാഫ് പോർഷൻ വരെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ സ്പൈസസ് ഉണ്ടല്ലോ, ആ ബാക്കിയുള്ള സ്പൈസസ് കുറച്ച് നമ്മളൊന്ന് വിതറി കൊടുക്കണം. കാരണം നടുക്ക ആകുമ്പോഴാണല്ലോ അത് കുറച്ചും കൂടി താഴോട്ടുള്ളതിലൊക്കെയൊക്കെ ഒന്ന് എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നടുക്കാവുമ്പോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് കുറച്ച് ഷുഗറൊന്ന് അതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ജാറ് ഫുള്ളായിട്ട് നമ്മൾ ഒരിക്കലും ഇടരുത്. കാരണം ഫെർമെൻറ്റേഷനൊക്കെ നടക്കുന്നതുകൊണ്ട് ഒത്തിരി ഗ്യാസസ് ഫോർമേഷൻ ഇതിനകത്ത് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇത് ഇതാവാനും, അതായത് ബ്രോക്കൺ ആവാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഒത്തിരി ആവുമ്പോഴേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത്രയും അങ്ങോട്ട് ഇതാക്കരുത്, ഫുള്ളാക്കരുത്, ഒരു 3/4 ഭാഗം വരേക്ക് ആക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ കുറച്ച് സ്പൈസസ് കൂടി അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ കേട്ടോ. അതിനുശേഷം കുറച്ച് പഞ്ചസാര, നമ്മൾ പഞ്ചസാര ഒരുപാട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പൈനാപ്പിളിന് നല്ല മധുരമുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ നമ്മുടെ വൈനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് 21 days ഓരോ ഡിപ്പെൻസ് ഓണാണ്. ഓരോരുത്തർ ചിലർ
ഒത്തിരി ദിവസം വെക്കുന്നവരുണ്ട്, ചിലർ 3 ഡേയ്സ് 5 ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ. പക്ഷേ ഇതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. എവരി 3 ഡേയ്സ് നമ്മളിതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.